മത്തനും വൻപയറും ചേർത്ത് ഒരു എരിശ്ശേരി ആയാലോ. എല്ലാവർക്കും നമ്മുടെ അടുപ്പിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 200 ഗ്രാം മത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. മത്തൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ നമുക്ക് ഒരു വിസിൽ മതിയാവും. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ശേഷം കുക്കറിലോട്ട് 1/2 കപ്പ് വൻപയർ ചേർത്ത് കൊടുക്കാം. 3 മണിക്കൂർ നേരം നന്നായിട്ട് കുതിർത്തിയെടുത്തതാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ മുഴുവനായിട്ട് അരയരുത്, ഇതുപോലെ തരിതരിയോടെ നമ്മൾ അരച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പയറിലോട്ട് മാറ്റി വെച്ച മത്തൻ ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കി വെച്ച അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പനേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് നന്നായി ചൂടായ ശേഷം 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം, 2 സ്ട്രിപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, 4 വറ്റൽമുളക് കൂടെ ചേർത്ത് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തേങ്ങ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ കൂട്ടിലോട്ട് നമുക്കിത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് ഒന്ന് രുചിച്ച് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മത്തനും പയറും ഒരുമിച്ച് വേവിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും വേറെ വേറെ വേവിച്ചത്. രണ്ടും ഒരുമിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.